കഴിഞ്ഞ ദിവസം പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു കേരളത്തിൽ നിന്നും നോമിനേഷൻ ഇല്ലാഞ്ഞിട്ട് പോലും VS അച്യുതാനന്ദനും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും പത്മ അവാർഡ് ലഭിക്കുന്നത്. മരണാനന്തര ബഹുമതിയായി VS അച്യുതാനന്ദന് പത്മ അവാർഡ് ലഭിച്ചപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ചതിന് പ്രതികരണവുമായി സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, കുടുംബത്തിന്റെ തീരുമാനം എന്താണോ അതോടൊപ്പമാണ് പാർട്ടിയും എന്നാണ്. അപ്പോൾ കുടുംബം ഈ ഒരു അവാർഡ് സ്വീകരിക്കാൻ തയ്യാറായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ VS ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചാൽ അദ്ദേഹം അത് സ്വീകരിക്കുമായിരുന്നു. മഹാനായ കമ്മ്യൂണിസ്റ്റ് സഖാവ് VS അച്യുതാനന്ദൻ ജീവനോടെ ഇരുന്നുവെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു ഈ പത്മവിഭൂഷൺ നൽകുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഹർഷയുടെ ചോദ്യം. അതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ കേരളത്തെ രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണെന്നല്ല, രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഉത്തരവേ ഉണ്ടാവുള്ളൂ, അദ്ദേഹം അത് നിരസിച്ചേനെ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഈ അവാർഡുകൾ രാജ്യം നൽകുന്നതാണെങ്കിൽ പോലും ഇതിനൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ട്, ഒരു സംഘപരിവാർ അജണ്ട ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹർഷ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കാതെ, പേര് നിർദ്ദേശിക്കാതെ തന്നെ കേന്ദ്ര സർക്കാർ VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും ഈ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നു എന്ന്. അവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയം ഒളിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ പേര് നിർദ്ദേശിക്കാതെ, അല്ലെങ്കിൽ കേരള സർക്കാർ പേര് നിർദ്ദേശിക്കാതെ കേന്ദ്ര സർക്കാർ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി നൽകുന്നുണ്ടെങ്കിൽ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആത്യന്തികമായ ഉത്തരം. അതിനുമപ്പുറത്തേക്ക് അതിന് മറ്റൊരു മാനം നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇടതുപക്ഷം പോലും മറന്ന സഖാവ് VSന് ഇപ്പോഴും BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരവിടെ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ BJPയുടെ സംഘപരിവാർ ശക്തികളുടെ രാഷ്ട്രീയ നയങ്ങളെ നമുക്ക് ഒരു വിധത്തിലും മനസ്സിലാകില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. അവർ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറുവിരൽ ഇറക്കണമെങ്കിൽ 100 തവണ ചിന്തിച്ച് അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം, അതെങ്ങനെ രാഷ്ട്രീയപരമായി അവർക്ക് നേട്ടമുണ്ടാക്കാം, ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചിരിക്കുന്ന ഈ പത്മഭൂഷൺ പുരസ്കാരം, മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുന്ന പത്മഭൂഷൺ പുരസ്കാരം. മമ്മൂട്ടിയുടെ പേര് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള സർക്കാർ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്, പിണറായി വിജയൻ സർക്കാർ. കാരണം മമ്മൂട്ടി എപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പ്രവർത്തിക്കുന്നതല്ല, ഇടതുപക്ഷ വിശ്വാസിയാണ്. ഇടതുപക്ഷത്തിന് എപ്പോഴും ഊടും പാവും നെയ്യുന്നതിൽ മമ്മൂട്ടിയുടെ പങ്ക് ചെറുതല്ല എന്ന് തന്നെ പറയാം. പാർട്ടി ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനത്തൊക്കെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന സൈലന്റ് പ്രവർത്തനങ്ങൾ എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം പലപ്പോഴും മമ്മൂട്ടിയുടെ പേര് പരാമർശിക്കുമ്പോൾ, മമ്മൂട്ടിക്ക് ലഭിക്കാതെ മറ്റു പലർക്കും ഈ പത്മഭൂഷൺ ലഭിക്കുമ്പോൾ, മോഹൻലാലിന് കുറേ കാലങ്ങൾക്ക് മുന്നേ ലഭിച്ചതാണ്, ഇത് ലഭിക്കുമ്പോൾ ഇത് മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കേന്ദ്ര സർക്കാരിൻ്റെ മുഖം തിരിക്കലാണ് എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു പേരുദോഷം കേൾക്കാൻ സംഘപരിവാരത്തിന്, NDAക്ക്, BJPക്ക്, കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും ലഭിക്കുന്ന ഈ പത്മഭൂഷൺ എന്ന് പറയേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടി അതിന് അർഹനല്ല, മമ്മൂട്ടി കാലങ്ങൾക്ക് മുന്നേ അതിന് അർഹനാണ്. പക്ഷേ ഇപ്പോൾ ഈ അവസാന നിമിഷം ഇത് നൽകിയിരിക്കുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ അർഹനായ ഒരു മനുഷ്യന് ലേറ്റായി വന്നിരിക്കുന്നത് അനീതി തന്നെയാണ്. ഇപ്പോൾ ലേറ്റായി വന്നെങ്കിലും അത് സംഭവിച്ചതെങ്കിൽ മമ്മൂട്ടിയുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന കോടിക്കണക്കിന് മലയാളികളിൽ ഒരാളായി ഞാനും മാറുന്നു. അദ്ദേഹത്തിന് അത് അർഹൻ തന്നെയാണ്. പക്ഷേ ഇവിടെ സംഘപരിവാരത്തിൻ്റെ ആ രാഷ്ട്രീയ അജണ്ടകൾക്ക് മുന്നിൽ മലയാളികൾ വീണ് കൊടുക്കരുത് എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് ഞങ്ങൾ എന്ന വ്യാഖ്യാനം കഴിഞ്ഞ കുറേ നാളുകളായി സംഘപരിവാരത്തിൻ്റെ BJPയുടെ ആളുകൾ ഇവിടെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സേഫാണ്, വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നിങ്ങളാണോ എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നത് അവിടെയാണ്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ പറ്റി ചിന്തിക്കുമ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ കാണിക്കുന്നത് എന്താ, ഞാൻ ഇടതിനൊപ്പമാണ്. അതായത് ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു VS അച്യുതാനന്ദൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ന്യായം. ഈഴവ മുഖ്യമന്ത്രി അല്ല വെള്ളാപ്പള്ളി നടേശ, അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നു VS അച്യുതാനന്ദൻ. ഒരുപക്ഷെ പിണറായി വിജയൻ വന്നപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അവകാശപ്പെടാമായിരിക്കും. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് കാണുന്ന ഒരു ക്വാളിറ്റിയിലും പിണറായി വിജയനിൽ ഇവിടുത്തെ സാധാരണക്കാരായ മലയാളികൾ കാണുന്നില്ല. VS അച്യുതാനന്ദനെ നിങ്ങളൊരു ജാതിയുടെ ആളായി, ജാതിയുടെ വക്താവായി, ജാതിയുടെ പ്രതിനിധിയായി ഉയർത്തി കാട്ടേണ്ട കാര്യമില്ല. കാരണം ഈ നാടിൻ്റെ നല്ല കാലങ്ങൾക്ക് വേണ്ടി, നാടിൻ്റെ കെട്ടകാലങ്ങളിൽ ചെങ്കൊടി ഏന്തിയ ആദ്യ 5 സഖാക്കന്മാരിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ജയിലറകളിൽ അദ്ദേഹം ഒഴുക്കിയ ചോരത്തുള്ളികൾ, വിയർപ്പുതുള്ളികൾ, നിലവിളികൾ മുദ്രാവാക്യങ്ങളാക്കി മാറ്റി
ആ ചെങ്കൊടി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത VS അച്യുതാനന്ദൻ ഒരിക്കലും ഒരു ജാതിയുടെ വക്താവായി മുഖ്യമന്ത്രിയായ ആളോ ജനപ്രതിനിധിയായ ആളോ ഒന്നുമല്ല. അപ്പോൾ ആ മനുഷ്യനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായി എന്നത്. ഈഴവ മുഖ്യമന്ത്രി അല്ല, മനുഷ്യത്വമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ ഇന്ന് ഈ രാഷ്ട്രീയ അജണ്ടകളുടെ പേരിൽ നിൽക്കുന്ന ഈ പുരസ്കാരം, അതിന് എന്ത് പുരസ്കാരമായാലും പത്മ അവാർഡുകൾക്ക് മുകളിൽ മറ്റെന്തെങ്കിലും പുരസ്കാരം അദ്ദേഹത്തിന് കൊടുത്താൽ പോലും അദ്ദേഹം അതിൻ്റെ രാഷ്ട്രീയ അജണ്ട മനസ്സിലാക്കി സ്നേഹത്തോടെ അതിനെ നിരസിക്കുന്ന ഉത്തരവാദിത്തമുള്ള സഖാവിൻ്റെ പേര്. അതല്ലെങ്കിൽ പിന്നെ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ചെങ്കൊടി ചേർത്ത് പിടിച്ചൊരു സഖാവ് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ SFIയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നൊരു സഖാവ്, വടകരയിലെ ഒഞ്ചിയത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഊടും പാവും നെയ്ത TP ചന്ദ്രശേഖരൻ, പാർട്ടിയുടെ നിലപാടുകൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനപ്പുറത്തേക്ക് മുതലാളിത്തത്തിനും അല്ലെങ്കിൽ സാധാരണക്കാരനെ വിട്ട് പണക്കാരന്റെ പിന്നാലെ പോകുമ്പോൾ അവിടെ നടക്കുന്ന നീതികേടുകളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതിന്റെ പേരിൽ UDFിലേക്കോ സംഘപരിവാര ശക്തികളിലേക്കോ പോകാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, അവിടെ കമ്മ്യൂണിസ്റ്റായി എനിക്ക് നിലനിൽക്കണമെന്ന പേരിൽ സ്വന്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന CPM കോട്ടയായിരുന്ന ഒഞ്ചിയത്ത് വടകരയിൽ വെല്ലുവിളി സൃഷ്ടിച്ചൊരു സഖാവിനെ മാഷാ അള്ളാ സ്റ്റിക്കർ പതിച്ചൊരു ഇന്നോവ കാറിലെത്തി 58 വെട്ടി വീഴ്ത്തി വടകരയുടെ മണ്ണിൽ, ഒഞ്ചിയത്തിന്റെ മണ്ണിൽ ചുവപ്പിന്റെ ചോരയുടെ രാഷ്ട്രീയം വീണ്ടും കളിച്ച പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തെ നെഞ്ചു വിരിച്ചു നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് 80-ാം വയസ്സിന്റെ ചെറുപ്പത്തിലും ആ വീട്ടിലേക്കൊരു തിരഞ്ഞെടുപ്പ് ദിവസം കയറിച്ചെന്ന നിശ്ചയദാർഢ്യത്തിന്റെ പേരായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ നിലപാടുകളുടെ രാജാവ് ഈ പറയപ്പെടുന്ന മൂന്നാറിൽ അധിനിവേശത്തിന്റെ കയ്യേറ്റത്തിന്റെ മേഖലകളിലേക്ക് JCB കൈയുമായി കടന്നു കയറുമ്പോൾ അവിടെ പാർട്ടി ഓഫീസുകളോ പാർട്ടി നേതാക്കന്മാരുടെ വീടുകളോ കുടിയേറ്റ ഭൂമികളോ ഉണ്ടെങ്കിൽ അതാതെ ഒഴിപ്പിക്കാനും പറഞ്ഞ സഖാവിന്റെ പേരായിരുന്നു VS അച്യുതാനന്ദൻ. ഒരിക്കലും വർഗീയ ശക്തികൾക്ക് സമരസപ്പെടാത്ത, ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിൽ മത്സരിക്കാത്ത നേതാവിന്റെ പേരായിരുന്നു VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ ഇന്ന് സംഘപരിവാർ ശക്തികൾ, ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന ഈ പുരസ്കാരം രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ നൽകുമ്പോൾ അദ്ദേഹം അത് നിഷേധിക്കുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ പോലെ ചിന്തിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ കഴിയുന്നില്ല. കുടുംബം അത് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കുടുംബത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ ആർജവമുള്ള ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ കുടുംബത്തോട് ഒന്നുകൂടി ആലോചിക്കാൻ രഹസ്യമായെങ്കിലും പറയണമായിരുന്നു എന്നുള്ളതാണ്. എങ്കിലും അഭിമാനമാണ്. കാരണം മരണത്തിന് ശേഷം നൽകുന്നത് ആര് എന്നുള്ളതല്ല, രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിൽ ഒന്ന് നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട നേതാവ് യശശരീരനായ സഖാവ് VS അച്യുതാനന്ദന് ലഭിക്കുമ്പോൾ അഭിമാനം കൊള്ളുന്നു. അതിനൊപ്പം തന്നെ പട്ടിക്ക് വേണോ പത്മ പുരസ്കാരം എന്ന് ചോദിച്ചൊരു സമുദായ നേതാവിന് രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൊടുക്കുന്ന കാറ്റഗറിയിൽപ്പെടുത്തി ഈ അവാർഡ് കൊടുക്കുമ്പോൾ അത്യന്തം സങ്കടകരമുണ്ട്. മമ്മൂട്ടിയുടെയും VS അച്യുതാനന്ദന്റെയും ദേവകിയമ്മയുടെയും ജസ്റ്റിസ് KT തോമസിന്റെയും P നാരായണന്റെയും ഒക്കെ പേര് അയാൾക്കൊപ്പം ചേർത്ത് കാണുന്നതിൽ അത്യധികം സങ്കടമുണ്ട്. കിടന്നുരുളുകയായിരുന്നു. അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏഷ്യാനെറ്റ് എവിടെ തൂറി മെഴുകിയല്ലോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞ അതേ വാചകങ്ങൾ മീഡിയ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് പറയുന്നത് കണ്ടു. പണം കൊടുത്താൽ ലഭിക്കാത്തതല്ലോ പത്മ പുരസ്കാരം, എൻ്റെ പട്ടിക്ക് വേണം പത്മ പുരസ്കാരം എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനോട് മലയാളി സമൂഹം രഹസ്യമായെങ്കിലും ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ഏത് പട്ടിയെയാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഡൽഹിയിലേക്ക് വിടുന്നത് എന്ന്. എന്തായാലും K മുരളീധരൻ പറഞ്ഞതുപോലെ ആ പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.